സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി ചുമതലയേൽക്കുന്ന നിമിഷത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ജസ്റ്റിസ് ബി.ആർ. ഗവായി സുപ്രീം കോടതിയുടെ 52ാം ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രാഷ്ട്രപതി അടക്കമുള്ളവർ സന്നിധിയിലായിരിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ചടങ്ങ്. ചീഫ് ജസ്റ്റിസായിരുന്ന സഞ്ജീവ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് ഇപ്പോൾ ജസ്റ്റിസ് ബി.ആർ. ഗവായി സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. भारत के मुख्य न्यायमूर्ति श्री भूषण रामकृष्ण गवाई, मैं भूषण रामकृष्ण गवई, जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, सत्यनिष्ठा से प्रतिज्ञा करता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। तथा मैं सम्यक प्रकार से और श्रद्धापूर्वक तथा अपनी पूरी योग्यता, ज्ञान और विवेक से अपने पद के कर्तव्यों का भय या पक्षपात, अनुराग या देश के बिना पालन करूंगा। तथा मैं संविधान और विधियों की मर्यादा बनाए रखूंगा। ജസ്റ്റിസ് ബി.ആർ. ഗവായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്ത ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. രാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നവംബർ 23 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധിയുള്ളത്. ജസ്റ്റിസ് സഞ്ജയ് ഖന്ന ചുമതല ഒഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് ബി.ആർ. ഗവായി ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നത്. നിലവിൽ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് ഗവായി. 2010 ശേഷം ഇത് ആദ്യമായി പട്ടികജാതി സമൂഹത്തിൽ നിന്നൊരാൾ പരമോന്നത നീതിപീഠത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക്, ചീഫ് ജസ്റ്റിസ് പദവിയിലേക്ക് എത്തുകയാണ്. അന്ന് മലയാളിയായിരുന്ന കെ ജി ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ചിരുന്നു. ജസ്റ്റിസ് ബി.ആർ. ഗവായി നവംബറിലാണ് വിരമിക്കുന്നത്. ഏകദേശം 6 മാസം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിക്കാനുള്ള അവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ അനുമോദിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, മുൻ രാഷ്ട്രപതി അടക്കമുള്ള എല്ലാവരും, വിശിഷ്ട എല്ലാവരും സന്നിധരായ ചടങ്ങിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ബി.ആർ. ഗവായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായിരുന്ന സഞ്ജീവ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് ഇപ്പോൾ പുതിയ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനാരോഹണം. माननीय राष्ट्रपति महोदय, आपकी अनुमति हो तो समारोह का समापन किया जाए।
പി ബസന്ത് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബസന്ത്, ചടങ്ങിൻ്റെ വിശദാംശങ്ങൾ. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ഇപ്പോൾ ചുമതലയേറ്റിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ഫിറോസാപുരയിൽ നിന്നും സുപ്രീം കോടതി ജഡ്ജിയിലേക്കുള്ള ജസ്റ്റിസ് ഗവായിയുടെ ആ ഒരു ജീവിതയാത്ര ഒരുപക്ഷെ വലിയൊരു പാഠം തന്നെയാണ് ഇന്ത്യയിലുള്ള എല്ലാവർക്കും. ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തേക്ക് വരുന്ന രണ്ടാമത്തെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ജസ്റ്റിസ് BR ഗവായ്. അദ്ദേഹം നേരത്തെ ബോംബെ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. തുടർന്നാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. ഇന്നലെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് ജസ്റ്റിസ് BR ഗവായ് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നത്. ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള വിവിധ നേതാക്കൾ ഈ ചടങ്ങിൽ രാഷ്ട്രപതി ഭവനിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപതി ഭവനിൽ പുതിയ ചീഫ് ജസ്റ്റിസ് ചുമതലയേറ്റ ചടങ്ങ് അവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുതിയ ചീഫ് ജസ്റ്റിസിനെ അനുമോദിക്കുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം.